അപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ നിങ്ങളുടെ പ്രശ്നം നമുക്ക് വലിയ മാറ്ററൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ എമ്പത്തറ്റിക് ആവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാലോ അതെന്ത് പ്രശ്നമാണ്, നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിന് എനിക്കറിയാമെന്നുള്ള ലെവലിൽ എനിക്ക് പറയാൻ പറ്റും, അതൊക്കെ എനിക്ക് കാണാനേ പറ്റും. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ കാണുന്ന ലെവലിൽ നിന്ന് എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മാക്സിമം വരത്തില്ല. അപ്പോൾ ഈ ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ കുറച്ച് സ്ത്രീകളെ അഭിമാനിച്ചളെ എങ്ങനെ ഒരു ഡയലോഗാണ് എന്ന് പറഞ്ഞാൽ ആരും ഒരു ടേബിളിൻ്റെ ചുറ്റുവന്നിട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് ദാറ്റ്സ് ദ വേ ദേ സീ വുമൻ. അവരങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്. പക്ഷേ അത് അവർ കാണുന്നത് തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്ബ്രിങ്ങിങ് നോക്കണം, അവരുടെ ചൈൽഡ്ഹുഡ് നോക്കണം, അവരുടെ വീട്ടുകാരെ നോക്കണം, അവർ ഏത് സ്കൂളിൽ പഠിച്ചത് നോക്കണം, അവരുടെ ഫ്രണ്ട് സർക്കിൾ നോക്കണം. ഒരു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ഫാക്ടർ ദാറ്റ് ഇസ് ഡിറ്റർമിനിങ്. അപ്പോൾ ഇത് സിനിമകളൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. ഞാൻ വെരി കെയർഫുള്ളാണ്. ചില ഫിലിം മേക്കേഴ്സ് ഒന്നും അത്രയും അവെയറും സെൻസിറ്റീവ് ഒന്നും ആയിരിക്കത്തില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അവെയർ വരുന്നത് നമുക്ക് നല്ല വിദ്യാഭ്യാസവും അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല സൗഹൃദവും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ നമ്മളെ സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പൊളിറ്റിക്കലി ഇത് വരാൻ പറ്റും. അല്ലാതെ നല്ല ഒരു മിഡ് ലെവൽ പ്രിവിലേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല.